നമസ്കാരം. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലേക്ക് കടക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തിലെ മുനമ്പം. 400 ദിവസത്തിലധികം നീതിക്ക് വേണ്ടി പൊരുതിയ ഒരു ജനത. കരം അടയ്ക്കാമെന്ന് ഉറപ്പുകൊടുത്തതിനാൽ സമരം നിർത്തിയ ഭൂസംരക്ഷണ സമിതിയും സമരം തുടരുന്ന മറ്റൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികളും ഇപ്പോഴും സമരമുഖത്ത് സജീവമാണ്. എന്തുകൊണ്ട് മുനമ്പം പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല? ഈ വിഷയത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ മുനമ്പം ആർക്ക് വോട്ട് ചെയ്യും? ഇന്ത്യയിലെ സുപ്രധാനമായ വഖഫ് ഭേദഗതി ബില്ല് ഇരു സഭകളിലും പാസാക്കിയെടുക്കുവാൻ നിർണായകമായ മുനമ്പത്തെ സമര പോരാളികൾ. അവർ ഇപ്പോഴും നിയമം പ്രാബല്യത്തിൽ വന്നിട്ടും വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബൂത്തായിരുന്ന പള്ളിയുടെ മുമ്പിൽ ഒരു കൂട്ടർ സമരം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകുമെന്ന് മുൻകൂട്ടി കണ്ട് കരമടയ്ക്കാൻ മാത്രം അനുവാദം നൽകിക്കൊണ്ട് കൗശലപൂർവ്വം സമരം അവസാനിപ്പിക്കുകയായിരുന്നു സർക്കാർ. ഇതിനു പുറത്ത് വഖഫ് ബോർഡ് അപ്പീൽ പോകില്ലെന്നും ഉറപ്പുകൊടുത്തിരുന്നു. മുനമ്പത്തെത്തി സമരം അവസാനിപ്പിക്കുവാൻ കെ രാജൻ, പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അന്നെത്തിയിരുന്നു. 2025 ഒക്ടോബറിൽ കേരള ഹൈക്കോടതി മുനമ്പത്തെ ഭൂമി വഖഫ് സ്വത്തല്ലെന്നും അത് ഫറൂഖ് കോളേജിന് നൽകിയ വെറുമൊരു ഇഷ്ടദാനം മാത്രമാണെന്നും വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതുപ്രകാരം കൂടുതൽ നിയമക്കുരുക്കുകൾ ഒന്നും വരില്ല, നീതി ഉടൻ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകി സമരം നിർത്തിപ്പിച്ചതിനു ശേഷം പിന്നീട് കണ്ടത് ഈ വിധിക്കെതിരെ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ വാങ്ങുന്നതായിരുന്നു. 2025 ഡിസംബറിൽ സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുകയും നിലവിലെ അവസ്ഥ തുടരാൻ ഉത്തരവിടുകയും ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം താമസക്കാർക്ക് താൽക്കാലികമായി ഭൂനികുതി അടയ്ക്കുവാൻ അനുവാദം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമരേഖകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്തിമവിധി വരുന്നതുവരെ ഈ വിഷയത്തിൽ പൂർണ്ണമായ പരിഹാരവും സാധ്യമല്ല. വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ആരെയും കുടിയിറക്കില്ലെന്നും എന്നാൽ മുസ്ലിം സംഘടനകളുടെ ആശങ്കകൾ കൂടി പരിഗണിക്കുമെന്നുമാണ് സർക്കാർ പക്ഷം. LDF സർക്കാരിന്റെ കുടിയിറക്കൽ പരാമർശത്തിൽ വരെ പണം കൊടുത്ത് സ്ഥലം വാങ്ങിയവരെ കുടികിടപ്പുകാരായി ചിത്രീകരിച്ചത് വ്യക്തമായി കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ലാത്ത വഖഫ് ബോർഡിന്റെ ആശങ്കകൾ പരിഹരിക്കുമെന്ന വാദവും നീതിക്ക് നിരക്കാത്തതാണ്. ഇനി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് നോക്കാം. മുൻപും സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയിരുന്നു. എന്നാൽ ഇതേ ഇടത് വലത് സർക്കാർ പ്രതിനിധികൾ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയും ചെയ്തു. അതേസമയം ഈ ബില്ല് കൊണ്ട് മുനമ്പത്തെ ജനത്തിന് പ്രയോജനം ഒന്നും ഉണ്ടാകില്ല എന്ന് ആദ്യം മുതൽ തന്നെ ഇവർ വാദിച്ചിരുന്നു. എന്നു മാത്രമല്ല അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും അധികാരത്തിൽ വന്നാൽ വഖഫ് ഭൂമി എന്ന ലേബൽ മാറ്റി ഭൂമി നിവാസികൾക്ക് തന്നെ നൽകുവാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുമെന്നുമാണ് UDF വാഗ്ദാനം. എന്നാൽ വഖഫ് ഭേദഗതി ബില്ലാണ് ഏക പോംവഴിയെന്ന് വാദിക്കുന്ന BJP മുൻകാല പ്രാബല്യം ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവന്നില്ല. പാസായ നിയമത്തിന്റെ ചട്ടം കൊണ്ടുവരുമ്പോൾ അതിൽ മുനമ്പത്തിന് ആശ്വാസമുണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ചട്ടം കൊണ്ടുവന്നില്ല. കിരൺ റിജിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ മുനമ്പത്ത് വന്നിട്ടും ഇത് പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് ഈ വിഷയത്തിൽ BJPയും കൂടുതലായൊന്നും ചെയ്തില്ല എന്നതിന്റെ തെളിവാണ്. 3 മുന്നണികളും നിലവിൽ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. 4 വർഷത്തിനിടയിൽ ഏതെങ്കിലും മുന്നണി നീതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നവർക്ക് മുനമ്പം ജനത വോട്ട് ചെയ്തേനെ. വാഗ്ദാനങ്ങളുമായി 3 മുന്നണികളും എത്തുന്നുണ്ടെങ്കിലും ആരെയും പിണക്കാനും എതിർക്കാനും മാറ്റി നിർത്താനും പറ്റാത്ത അവസ്ഥയിലാണ് മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ. അടുത്ത മാസം ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വൈപ്പിൻ മണ്ഡലത്തിൽ നിലവിൽ 1.75 ലക്ഷത്തിനും 1.80 ലക്ഷത്തിനുമിടയിൽ വോട്ടർമാർ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. മുനമ്പം ഭൂമി തർക്കം നേരിട്ട് ബാധിച്ചിരിക്കുന്നത് 610ഓളം കുടുംബാംഗങ്ങളെയാണ്. ഈ കുടുംബങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം ഏകദേശം 2500-നും 3000-നും ഇടയിൽ വരും. മുനമ്പത്തെ വോട്ടർമാരുടെ എണ്ണം കുറവാണെന്ന് തോന്നാമെങ്കിലും ഈ വിഷയം ചെറായി, പള്ളിപ്പുറം, വൈപ്പിൻ മേഖലകളിലെ മൊത്തം വോട്ടർമാരെയും വൈകാരികമായി സ്വാധീനിക്കുന്നുണ്ട്. മുനമ്പം ഉൾപ്പെടുന്ന മണ്ഡലം എന്ന നിലയിൽ ഇത്തവണ വൈപ്പിനിലെ വോട്ടർമാരുടെ വിധി നിർണായകമായിരിക്കും. വൈപ്പിനിലെ മാത്രമല്ല ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥയിലേക്ക് കയ്യും കെട്ടിയിരുന്ന രാഷ്ട്രീയക്കാരെ കേരളത്തിലെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഓരോ വോട്ടർമാരും തങ്ങളുടെ സമ്മതിദാന അവകാശം കൃത്യമായും ഉപയോഗിച്ചിരിക്കും.